എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ, റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രത്യേകം ചെയ്യാം. അതല്ലാതെ പ്രധാനമായിട്ടും 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത് മൗലിക അവകാശങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് കുറേ അവകാശങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്, ഇഷ്ടത്തിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട്, ഇഷ്ടം പോലെ എല്ലാം ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ നമുക്ക് എല്ലാം ചെയ്യാനുള്ള അവകാശമുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് കുറേ അവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായ അവകാശങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പൊളിറ്റിക്സിലൂടെ പഠിക്കുന്നത് എന്താണ്? ഭരണഘടന നൽകുന്ന അവകാശങ്ങളാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു പൊളിറ്റിക്സ് എന്താണെന്ന്. അല്ല, നമുക്കറിയാം പൊളിറ്റിക്സ് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ ഉൾക്കൊള്ളുന്നത്. രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റി, അതായത് തിരഞ്ഞെടുപ്പിനെ പറ്റി, രാഷ്ട്രീയ നേതാക്കളെ പറ്റി, അതായത് പ്രസിഡൻറ്റ്, പ്രധാനമന്ത്രി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറ്റി, അവരെയൊക്കെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കുറേ അറിവുകൾ നമ്മൾ ഈ വിഷയത്തിലൂടെ നേടുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞായിരുന്നു ഭരണഘടന എന്താണെന്ന്. ഭരണഘടന ഒരു നിയമപുസ്തകമാണ് അല്ലേ? ഒരു രാജ്യത്തെ എല്ലാ നിയമങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു പ്രമാണത്തെയാണ് നമ്മൾ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ചില മൗലിക അവകാശങ്ങൾ. പ്രധാനമായിട്ടും 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. അപ്പം അത് 8 മാർക്കിന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ വിവരിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ. 8 മാർക്കിന് എസ്സേ ആയിട്ട് ചോദിക്കും. എക്സ്പ്ലെയിൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം നമുക്ക് മെയിനായിട്ടും ഈ പാഠത്തിൽ അതാണ് പഠിക്കാനുള്ളത്, മൗലിക അവകാശങ്ങളെക്കുറിച്ച്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ അവകാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. സാധാരണ അവകാശങ്ങൾ എന്താണ്? വ്യക്തിപരമാണ്. എന്നാൽ മൗലിക അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന നൽകുന്നതും സംരക്ഷിക്കുന്നതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഇത് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ലംഘിക്കാൻ പാടില്ല. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് 1 വേർഡ് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് നമ്മുടെ 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങളെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തേത് സമത്വ അവകാശം. ഇതിൻ്റെ പേര് മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ എക്സ്പ്ലെയിൻ കുറച്ചും കൂടി ഇതിൽ വിവരണം കൂടി ചേർക്കണം. ഒട്ടും പഠിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ പേരെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. സ്ക്രൈബൊക്കെ എഴുതുന്ന കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ പേരെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. സമത്വാവകാശം 2-ാമത്തെ മൗലിക അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 3-ാമത്തെ മൗലിക അവകാശമാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 4-ാമത്തെ മൗലിക അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 5-ാമത്തെ മൗലിക അവകാശമാണ്. സാംസ്കാരികം വിദ്യാഭ്യാസപരമായ അവകാശം 6-ാമത്തെ മൗലിക അവകാശമാണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കായുള്ള അവകാശം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ. ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് ഇവയൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഓരോരോ അവകാശങ്ങളും പ്രത്യേകം എടുത്തു നോക്കാം, എന്താണ് പറയുന്നത് നോക്കാം. ഫസ്റ്റത്തെ സമത്വ അവകാശം, റൈറ്റ് ടു ഇക്വാളിറ്റി. സമത്വാവകാശം ഭരണഘടനയുടെ 14 മുതൽ 18 വരെയുള്ള വകുപ്പിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സമത്വാവകാശം ഭരണഘടനയുടെ 14 മുതൽ 18 വരെയുള്ള വകുപ്പിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സമത്വാവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമാണ്, അടിസ്ഥാന കാര്യമാണ് എന്ത്? സമത്വാവകാശം, റൈറ്റ് ടു ഇക്വാളിറ്റി. സമത്വാവകാശം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ അവകാശവും പ്രധാനപ്പെട്ടതാണ്, അവയെപ്പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടാണിത് റൈറ്റ്സ് ടു ഇക്വാളിറ്റി. സമത്വാവകാശം വളരെ പ്രധാനപ്പെട്ടതാണ്. സമത്വാവകാശത്തെക്കുറിച്ച് ഭരണഘടനയിലെ 3-ാം ഭാഗത്തിലെ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളിൽ? 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിലാണ് സമത്വാവകാശത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. 14 മുതൽ 18 വരെയുള്ള വകുപ്പ്. ഇനി നമുക്ക് സമത്വാവകാശത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ നോക്കാം. അത്രയും കൂടി എഴുതിയാൽ നിങ്ങൾക്ക് സമത്വാവകാശത്തിൻ്റെ മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സമത്വാവകാശത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ. ഫസ്റ്റത്തേത് നിയമത്തിന് മുന്നിൽ സമത്വം. തുല്യ നിയമ സംരക്ഷണവും. സമത്വാവകാശത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നിയമത്തിന് മുന്നിൽ സമത്വവും തുല്യ നിയമ സംരക്ഷണവും. 2-ാമത്തെ പോയിന്റ് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം.
നിന്നുള്ള സംരക്ഷണം, വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. അടുത്ത പോയിന്റാണ് നിയമനങ്ങളിലെ അവസര സമത്വം. അടുത്ത പോയിന്റാണ് അയിത്ത നിർമാർജനം. അഞ്ചാമത്തെ പോയിന്റാണ് ബഹുമതികൾ നിർത്തലാക്കൽ. അപ്പോൾ എന്തൊക്കെയാണ് അവകാശത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ? നിയമത്തിന് മുന്നിൽ സമത്വം, തുല്യ നിയമ സംരക്ഷണം. രണ്ടാമത്തെ പോയിന്റാണ് വിഭജനത്തിൽ നിന്നുള്ള സംരക്ഷണം. മൂന്നാമത്തെ പോയിന്റാണ് നിയമനങ്ങളിലെ അവസര സമത്വം. നാലാമത്തെ പോയിന്റാണ് അയിത്ത നിർമാർജനം. അഞ്ചാമത്തെ പോയിന്റാണ് ബഹുമതികൾ നിർത്തലാക്കൽ. അപ്പോൾ ഇത്രയും എഴുതിയാൽ നമ്മുടെ സമത്വാവകാശത്തിൻ്റെ കാര്യം സെറ്റായി. ഇനി അടുത്ത രണ്ടാമത്തെ അവകാശമായ സ്വാതന്ത്ര്യത്തിനായുള്ള അവകാശമാണ് നോക്കുന്നത്. റൈറ്റ് ടു ഫ്രീഡം. ഇത് ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള വകുപ്പിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം മൗലിക അവകാശങ്ങളിൽ വെച്ച് ഏറ്റവും മൗലികമായിട്ടുള്ളതാണ് വ്യക്തി സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ മൗലിക അവകാശങ്ങൾ നട്ടെല്ല് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ മൗലിക അവകാശങ്ങൾ നട്ടെല്ല് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭരണഘടനയിലെ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി വിവരിക്കുന്നത്. 19 മുതൽ 22 വരെയുള്ള വകുപ്പ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, കരുതൽ തടങ്കൽ, പിന്നെ മറ്റു സ്വാതന്ത്ര്യങ്ങൾ. ഏതൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടുന്ന മറ്റു സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റത്തേത് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. രണ്ടാമത്തെ പോയിന്റ് സമ്മേളന സ്വാതന്ത്ര്യം. മൂന്നാമത്തെ പോയിന്റ് സംഘടനാ സ്വാതന്ത്ര്യം. നാലാമത്തേത് സഞ്ചാര സ്വാതന്ത്ര്യം. അഞ്ചാമത്തേത് പാർപ്പിട സ്വാതന്ത്ര്യം. ആറാമത്തേത് തൊഴിൽ, വ്യാപാര, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. അപ്പം ഇതിലൊരു 3 പോയിന്റ്സ് അല്ലെങ്കിൽ 4 പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇത് ഭരണഘടനയുടെ 20 മുതൽ 24 വരെയുള്ള വകുപ്പിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ചൂഷണം ചെയ്യുന്നത് ഭരണഘടന കുറ്റകരമായി കണക്കാക്കുന്നത്. ഭരണഘടന അല്ലെങ്കിൽ പോലും നമ്മളെല്ലാവരും കണക്കാക്കുന്നത് അങ്ങനെ തന്നെയാണ്, കുറ്റകരമായിട്ടാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തി ചൂഷണം ചെയ്യുന്നത് ഭരണഘടന കുറ്റകരമായി കണക്കാക്കുന്നു. ഇത്തരത്തിലുള്ള ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഭൂവുടമ സമ്പ്രദായം, ദേവദാസി സമ്പ്രദായം, അടിമത്തം, അടിമ കച്ചവടം, നിർബന്ധിത വേല, സ്ത്രീ ചൂഷണം, ബാലവേല. അവയെ പറ്റിയുള്ള ഉദാഹരണങ്ങൾ നമ്മൾ സൂചിപ്പിക്കണം. 8 മാർക്കിന് ചോദിക്കും. ഭരണഘടനയിലെ 23, 24 വകുപ്പുകൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുന്നതും അടിമയാക്കുന്നതും നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതും ഭരണഘടന നിരോധിക്കുന്നു. ഇത്രയും എഴുതിയാൽ നമ്മുടെ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിനുള്ള മാർക്ക് സെറ്റായി. ഇനി അടുത്ത നാലാമത്തെ അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനായുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഇത് ഭരണഘടനയുടെ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ഭരണഘടനയുടെ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിലാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിപ്പിച്ചിരിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ടും എക്സാമിന് എഴുതിയാൽ മതി. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം, മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം. എന്തൊക്കെയാണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം, മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം. അത്രയും എഴുതിയാൽ നമ്മുടെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സെറ്റായി. ഇനി അടുത്ത അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഇത് ഭരണഘടനയുടെ 29 മുതൽ 30 വരെയുള്ള വകുപ്പുകളിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതെന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം. ഇത് പ്രകാരം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, അതായത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പം മുൻതൂക്ക വിഭാഗമല്ല, പിന്നോക്ക വിഭാഗക്കാർക്ക് തന്നെ പറയാം. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം. അവർക്ക് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് വിദ്യാലയ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും നടത്താനുള്ള അവകാശവുമുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. ആറാമത്തെ അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കായുള്ള അവകാശം, അല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കായുള്ള അവകാശം എന്ന് പറയുന്നത്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഈ അവകാശത്തെ, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, മൗലിക അവകാശങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ്. ഇതിലൂടെ നമുക്ക് ലഭിക്കാതെ പോയ മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും ലംഘിക്കപ്പെട്ടാൽ ഈ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തിലൂടെ നേടിയെടുക്കാം. ഈ അവകാശത്തെ ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് വിശേഷിപ്പിച്ചത്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കായുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. പൗരന്മാർക്ക് മൗലികാവകാശങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള അവകാശമാണ് ഇത്. മൗലികാവകാശങ്ങൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണം നൽകുകയാണ്
ഈ അവകാശം കൊണ്ട് അർത്ഥമാക്കുന്നത്. എത്രയും എഴുതിയാൽ നമ്മുടെ 6ാമത്തെ അവകാശമായ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം റെഡിയായി. അപ്പം ഇത്രയും പോയിന്റ്സ് ഈ 6 മൗലിക അവകാശങ്ങൾ വിശദമായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് 8 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 6 മൗലിക അവകാശങ്ങൾ നിങ്ങൾ ഉറപ്പായും പഠിക്കുക. അതിൻ്റെ പേരും പഠിക്കണം, അതിനോടൊപ്പം തന്നെ വിവരണവും പഠിക്കണം. ഇനി അടുത്തായിട്ട് ഈ പാഠത്തിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്നതാണ് റിട്ടുകൾ. റിട്ടുകൾ എന്താണ്? നമുക്ക് അധികം കേട്ട് പരിചയമില്ല. മൗലിക അവകാശങ്ങൾ പിന്നെയും നമ്മൾ കേട്ട് പരിചയം ഉണ്ടാകും, എന്നാൽ റിട്ടുകളെ പറ്റി നമുക്ക് ഒരു അറിവുമില്ല. നമ്മൾ ഇത്ര നേരം പറഞ്ഞു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഈ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ എന്ന് പറയുമ്പം എന്തുണ്ട്? സുപ്രീം കോടതി ഉണ്ട്, ഹൈക്കോടതി ഉണ്ട്, അങ്ങനെയുള്ള കുറേ കോടതികൾ, ജില്ലാ കോടതി ഉണ്ട്. അപ്പം ഈ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് വിളിക്കുന്നത്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ നിർവചനം ഇതുവരെ ചോദിച്ചിട്ടില്ല. ഏതൊക്കെയാണ് ആ റിട്ടുകൾ എന്നാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ആ റിട്ടുകളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാമെന്ന് ചോദിക്കും. അപ്പോൾ ഏതൊക്കെയാണ് റിട്ടുകൾ? ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, ക്വോ വാറന്റോ, സെർഷ്യോററി എന്നിവയാണ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, ക്വോ വാറന്റോ, സെർഷ്യോററി എന്നിവയാണ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ. അപ്പം ഈ ഒരു ഇതിൻ്റെ പേര് നിങ്ങൾ മെയിനായിട്ടും ആ വിവരണം പഠിക്കണം എന്ന് ഞാൻ പറയുമെന്ന് ചോദിച്ചാൽ ഇത് അപൂർവമായിട്ടാണ് മെയിൻ എക്സാമിന് ചോദിക്കുക. ഇത് ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതല്ലാതെ മെയിൻ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വളരെ അപൂർവമാണ്. ഈ പാഠത്തിൽ നിന്ന് മെയിനായിട്ടും ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് എപ്പോഴും ചോദിക്കാറ്. അത് എല്ലാ എക്സാമിനും ചോദിക്കും. പക്ഷേ ഈ പറയുന്ന റിട്ടുകളെ പറ്റി അങ്ങനെ എല്ലാ എക്സാമിനും ചോദിച്ച് കാണാറില്ല, വളരെ അപൂർവമാണ്. അപ്പം ഏതൊക്കെയാണ് റിട്ടുകൾ നമുക്ക് നോക്കാം. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, ക്വോ വാറന്റോ, ഇവയൊക്കെയാണ് റിട്ടുകൾ. അപ്പം ഈ റിട്ടുകളെ പറ്റി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടെന്നല്ല, പഠിക്കണം. ഇവയുടെ പേരെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം. റിട്ടുകളുടെ പേര്, വിവരണം പഠിച്ചില്ലെങ്കിൽ പേര് ഓർത്തിരിക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളൂ. മെയിനായിട്ട് നിങ്ങൾ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിക്കുക. അത് 8 മാർക്കിന് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. പിന്നെ പഠിക്കേണ്ടതാണ് ഈ റിട്ടുകൾ. ഇത് 4 മാർക്കിനാണ് ചോദിച്ച് കാണാറ്. ഇത് വളരെ അപൂർവമാണ്. എന്നാലും ക്രിസ്മസ് എക്സാമിനൊക്കെയാണ് ഈ റിട്ടുകളെ പറ്റി ചോദിച്ച് കാണാറ്, മെയിൻ എക്സാമിന് കാണാറില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇംഗ്ലീഷ് ക്ലാസ് ഇല്ലെന്നും കരുതി വിഷമിക്കേണ്ട. ഇംഗ്ലീഷ് എക്സാം എഴുതുന്ന കുട്ടികൾ നമുക്ക് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ഷുവർ ക്വസ്റ്റ്യൻസ് തരാം. പൊളിറ്റിക്സിൻ്റെയും മറ്റുള്ള വിഷയങ്ങളുടെയൊക്കെ തരാം. എക്കണോമിക്സും ഹിസ്റ്ററിയും സോഷ്യോളജിയും പൊളിറ്റിക്സും ഒക്കെ തരാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചെയ്യാം, ഇംഗ്ലീഷിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കിയാൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. മലയാളം മീഡിയം കുട്ടികൾക്ക് ഞാൻ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കണം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം.